ഓം നമഃശിവായ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. ശ്രീ അയ്യപ്പൻ മണികണ്ഠനാകുന്നു. ഇതാണ് കഥ. പത്മദളം എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന പന്തള രാജ്യം. അക്കാലം നാടുവാണിരുന്നത് പാണ്ഡ്യരാജവംശനായിരുന്ന രാജശേഖര രാജാവായിരുന്നു. വലിയ ശിവഭക്തനായിരുന്ന അദ്ദേഹത്തെ സന്താന ദുഃഖം സദാ അലട്ടിക്കൊണ്ടിരുന്നു. തനിക്കൊരു അനന്തരാവകാശി ഉണ്ടാകാൻ അനുഗ്രഹിക്കണേ എന്ന് നിത്യവും രാജശേഖര രാജൻ ശ്രീ പരമേശ്വരനോട് മനമുരുകി പ്രാർത്ഥിക്കുമായിരുന്നു. നായാട്ടിൽ അതീവ തൽപരനായ രാജാവ് ഒരു ദിവസം പരിവാരസമേതം വനത്തിലെത്തി. കാട് ഇളക്കിമറിച്ച് വേട്ടയാടലിന് ശേഷം മനോഹരമായ പമ്പാപ്പുളിനം ദൂരെ കണ്ട മഹാരാജാവ് വിശ്രമത്തിനായി അങ്ങോട്ട് തിരിച്ചു. തെളിഞ്ഞൊഴുകുന്ന പുണ്യവാഹിനിയായ പമ്പ പന്തളരാജനെ സ്വീകരിച്ചു. പരിവാരങ്ങൾ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് പമ്പാ നദിയിൽ ഇറങ്ങി ജലപാനം ചെയ്ത് കായ്കനികൾ ഭക്ഷിച്ച് വിശ്രമിച്ചു. ആ സമയം വിഷ്ണുവും മഹാദേവനും തങ്ങൾ ജന്മം നൽകിയ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു. മഹിഷിക്ക് ബ്രഹ്മാവ് നൽകിയ വരപ്രകാരം അവളുടെ അന്തകനായി ജനിച്ച ഈ കുഞ്ഞ് ഇനി 12 കാലം ഭൂമിയിൽ കഴിയേണ്ടിയിരിക്കുന്നു. അതിനാൽ നമുക്കിവനെ ഭൂമിയിലെത്തിക്കാം. ശ്രീഹരിയുടെ വാക്കുകൾ കേട്ട മഹാദേവൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. പന്തള രാജ്യത്തെ രാജശേഖര രാജാവ് കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ രാജ്യം അന്യാധീനപ്പെട്ടു പോകുമെന്നോർത്ത് എന്നും ഉള്ളുരുകി എന്നെ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സമീപം എത്തിക്കാം. മഹേശ്വരൻ പറഞ്ഞതു തന്നെയാണ് ശരി. മാത്രമല്ല രാജശേഖരൻ രാജൻ്റെ പത്നി എൻ്റെ പ്രിയ ഭക്തയുമാണ്. നമ്മുടെ ഈ കുഞ്ഞു വഴി അവരുടെ സന്താന ദുഃഖത്തിന് അറുതി വരുത്തുകയും ചെയ്യാം. ഇങ്ങനെ തീരുമാനിച്ച ഹരിയും ഹരനും കുഞ്ഞിനെയും കൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചു. കുഞ്ഞിൻ്റെ കഴുത്തിൽ തേജസ്സോട് കൂടിയ ഒരു മണി കെട്ടിയ ശേഷം അവർ ആ പൈതലിനെ പമ്പാതീരത്തുള്ള ആ ഘോരവനത്തിൽ കിടത്തിയിട്ട് മറഞ്ഞു. ഹരിഹരന്മാർ അപ്രത്യക്ഷനായ ഉടൻ കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. മധ്യാഹ്ന കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം പമ്പയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്ന രാജശേഖര രാജാവ് ആ ശിശുരോദനം കേട്ടു. അദ്ദേഹം കരച്ചിൽ കേട്ട ഭാഗം ലക്ഷ്യമാക്കി നടന്നു. ഒടുവിൽ അശരണനായി കൈകാൽ കുടഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ആ കുഞ്ഞിനെ രാജാവ് കണ്ടെത്തി. സുന്ദരനായ ആ കുഞ്ഞിൻ അതീവ അനുകമ്പയും വാത്സല്യവും ജനിച്ച രാജാവിൽ ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നു വന്നു. എങ്ങനെയായിരിക്കാം ഈ കുഞ്ഞ് ഈ ഘോരവനത്തിൽ എത്തപ്പെട്ടത്? ആരായിരിക്കാം ഈ കുഞ്ഞിനെ ഇവിടെ കിടത്തിയത്? ഇങ്ങനെ പല സംശയങ്ങളും രാജാവിനുണ്ടായി. മന്ത്രിയാകട്ടെ രാജാവിൻ്റെ സംശയങ്ങളെ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം കുഞ്ഞുങ്ങളില്ലാത്ത രാജശേഖര രാജൻ ഈ കുഞ്ഞിനെ എങ്ങാനും കൊണ്ടുപോയി വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ രാജാവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനായി നാട് ഭരിക്കാമെന്ന മന്ത്രിയുടെ മോഹം വെറുതെയായി പോകും. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ വനത്തിൽ തന്നെ ഉപേക്ഷിക്കാനാണ് മന്ത്രി രാജാവിനെ പ്രേരിപ്പിച്ചത്. ആ കുഞ്ഞിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വരാത്ത രാജാവ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ആ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ മഹാരാജാവിൻ്റെ മുന്നിൽ ആഗതനായി. ഹേ രാജശ്രേഷ്ഠ, അങ്ങ് എന്തിനെ സംശയിക്കുന്നു? ഈ കുഞ്ഞിനെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി സ്വപുത്രനെ എന്ന പോൽ വളർത്തിക്കൊള്ളുക. അതുവഴി താങ്കൾക്ക് നന്മയെ ഉണ്ടാകൂ. ഈ ശിശുവിൻ്റെ കഴുത്തിൽ വിശിഷ്ടമായ കനകമണി ഉള്ളതിനാൽ ഇവന് മണികണ്ഠൻ എന്ന് നാമകരണം ചെയ്യുക. താങ്കൾക്ക് മംഗളം ഭവിക്കുക. ശിവഭഗവാൻ അരുളി ചെയ്തു. ബ്രാഹ്മണ വേഷധാരിയായ ശിവൻ ഇത്രയും പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷനായി. ബ്രാഹ്മണ വേഷധാരിയായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സ്വവാഹനമായ കാളയെ അടുത്തുള്ള ഒരു ഈറക്കാട്ടിൽ കെട്ടിയിട്ടതിന് ശേഷമാണ്
രാജശേഖര രാജൻ്റെ സമീപത്തേക്ക് വന്നത്. ശിവൻ കാളയെ കെട്ടിയ ആ സ്ഥലം ഇന്ന് കാളകെട്ടി എന്ന പേരിൽ പ്രസിദ്ധമാണ്. ബ്രാഹ്മണൻ അരുളി ചെയ്തതു പ്രകാരം രാജാവ് ആ ശിശുവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോഴും മന്ത്രി അദ്ദേഹത്തെ ആശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. എങ്കിലും നടന്നില്ല. മന്ത്രി, കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന ഞങ്ങൾക്ക് ഈശ്വരൻ തന്ന വരദാനമാണ് ഈ കോമളനായ ശിശു. ഇവനെ നാം നമ്മുടെ പ്രിയ പത്നിക്ക് സമ്മാനിക്കും. ഇന്നു മുതൽ പന്തളമാണ് മണികണ്ഠൻ്റെ രാജ്യം. ഞങ്ങൾ ഇവൻ്റെ മാതാപിതാക്കളും. വർദ്ധിച്ച വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ വാരിയെടുത്ത് രാജശേഖരൻ അവനെ ഗാഠമായി ഒന്ന് ആശ്ലേഷിച്ച് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു. കൊട്ടാരത്തിലെത്തിയ രാജാവ് ആ കുഞ്ഞിനെ തൻ്റെ പത്നിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ചെറിയൊരു അമ്പരപ്പ് രാജ്ഞിയിൽ തോന്നിയെങ്കിലും പമ്പാ തീരത്തുണ്ടായ സംഗതികളെല്ലാം തൻ്റെ പ്രിയതമനിൽ നിന്നും കേട്ടറിഞ്ഞ രാജ്ഞി സസന്തോഷം ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ഈശ്വരൻ്റെ ദയവായ്പിനെ ആ രാജദമ്പതികൾ ആവോളം പുകഴ്ത്തി. ആ രാജദമ്പതികൾ സ്വപുത്രനെ എന്ന പോലെ ആ മണികണ്ഠനെ സംരക്ഷിച്ചു. പന്തള രാജ്യത്തെ രാജകുമാരനായി അവൻ വളർന്നു. കൊട്ടാരം സന്തോഷത്തിൽ ആറാടി. ഒപ്പം പന്തളം കൂടുതൽ ഐശ്വര്യസമൃദ്ധവുമായി. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.